morning, everyone. Today is celebrated as National Doctors Day, a day to honor the tireless efforts and dedication of doctor worldwide, especially in India, where it is celebrated on July 1st to commemorate the birth and death anniversary of the legendary Dr. Bidhan Chandra Roy. The theme for 2025 Doctors Day is Behind the Mark Who Heals the Healers. It highlights the mental health of doctors. Today, we are greatly honored to have Dr. Smita S. Shivan, Medical Officer, Ayush Ayurveda Primary Health Center, Vilapishala, as our chief guest. Let us start our day with a prayer. आसतो मा सद्गमया तमसो मा ज्योतिर्गमया मृत्योर्मा अमृतं गमया ॐ शान्ति शान्ति शान्तिः. Now I invite our principal Binal Sir for the welcome address. ഗുഡ് മോർണിംഗ്. ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണല്ലേ. ഒരു ദിവസമെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോകാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും അല്ലേ? ഒരു നിവൃത്തിയില്ലെങ്കിൽ ദൈവത്തിനെ വിളിച്ച് നമ്മളെവിടെ പോകും? ഡോക്ടറെ അടുത്ത് പോകും, ശരിയല്ലേ? അപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യ് എന്ന് നമുക്ക് പറയാം. ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒരു പുഞ്ചിരിയാണ്. ഡോക്ടർ സ്മിത എസ് ശിവൻ, മെഡിക്കൽ ഓഫീസർ, ആയുഷ് ആയുർവേദ പ്രൈമറി ഹെൽത്ത് സെൻ്റർ വിൽപ്പിശാല. മാഡം ഇവിടെ വരുന്നത് തന്നെ ഒരു പുഞ്ചിരിയോട് കൂടിയാണ്, വളരെ സന്തോഷത്തോടുള്ള ഒരു പുഞ്ചിരിയോട് കൂടി. വളരെ പെട്ടെന്ന് ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാമിലേക്ക് വളരെ പെട്ടെന്ന് വലിയൊരു പുഞ്ചിരിയുമായി സ്നേഹത്തോടു കൂടി കടന്നു വന്ന ഡോക്ടർ സ്മിത എസ് ശിവനെ ആദരപൂർവ്വം ഞാൻ മധുൻ സായി വിദ്യാശ്രം സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളാം. വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ സുപരിചിതയായ വൈസ് പ്രിൻസിപ്പൽ വിദ്യാ മാഡത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളാം. വളരെ മിടുക്കികളായ നിങ്ങളെല്ലാവരും നിരവധി പ്രോഗ്രാമുകൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒരു പരിപാടിയിലേക്ക് വരികയും അതിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ എല്ലാവരും കൂടെ നിൽക്കുകയൊക്കെ ചെയ്ത് കുട്ടികളും ടീച്ചർമാരെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Next, I invite our esteemed chief guest, Dr. Smita ma'am, to say a few words on the special day. ഞാൻ ഈ പഞ്ചായത്തിൽ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അതിനിടയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഈ ഒരു നമ്മുടെ പഞ്ചായത്തിനുള്ളിൽ ഒരു സ്കൂളിൽ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്ക് വൈകിട്ടൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് ഡ്യൂട്ടി ടൈമിന് ശേഷം. ഞാൻ മുൻപും നേരത്തെ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ പല സ്കൂളുകളിലും പോയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിക്കും ഈ സ്കൂളിനൊരു പ്രത്യേകത ഉണ്ടല്ലേ, കുറച്ചും കൂടി ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ള ഒരു സ്കൂളാണ്. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് വൈബ് എപ്പോഴും ഈ സ്കൂളിൽ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെ. സായിബാബയുടെ മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അതിനിടയിൽ എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഈ ഒരു നമ്മുടെ പഞ്ചായത്തിനുള്ളിൽ ഒരു സ്കൂളിൽ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്ക് വൈകിട്ടൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് ഡ്യൂട്ടി ടൈമിന് ശേഷം. ഞാൻ മുൻപും നേരത്തെ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ പല സ്കൂളുകളിലും പോയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിക്കും ഈ സ്കൂളിനൊരു പ്രത്യേകതയുണ്ടല്ലേ, കുറച്ചും കൂടെ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് കൂടിയുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എപ്പോഴും ഈ സ്കൂളിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ. സായിബാബയുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാവും ഒക്കെ സഞ്ചരിക്കുന്ന ഈ സ്കൂളിൽ ശരിക്കും നിങ്ങൾ വളരെ എന്താ പറയുക, വളരെ ഭാഗ്യം ചെയ്ത മക്കളാണെന്ന് വേണേൽ പറയാം അല്ലേ. ഇത്തരം ഒരു നല്ല സ്കൂളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും ഇത്രയും നല്ല അധ്യാപകരുടെ ശിക്ഷണത്തിൽ നിങ്ങൾ വളരാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അക്കാഡമിക് കരിയറോടൊപ്പം തന്നെ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും ഇതിൻ്റെ പിന്നാലെ ഒരുപാട് കലാപരിപാടികളും മറ്റുമൊക്കെ നിങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഫ്രണ്ടിൽ കുറേ കുരുന്നുകളുടെ സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട്
ഭാവിയിലെ ഡോക്ടർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ. ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ബലവാ. നിങ്ങളൊക്കെ വളർന്ന് ഡോക്ടർമാരാവുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആൾബലം അങ്ങോട്ട് കൂടുകയാണ് അല്ലേ. ശരിക്കും വളരെ സന്തോഷമാണ്. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മുടെ ഇവിടെ വിദ്യാർത്ഥി സുഹൃത്ത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ 2025 ഡോക്ടേഴ്സ് ഡേയുടെ തീം എന്താ നിങ്ങൾ കേട്ടുവോ? എന്തായിരുന്നു? ഹൂ ഹീൽ ദ ഹീലേഴ്സ് എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ തീം. ബിഹൈൻഡ് ദ മാസ്ക്. അതായത് നമ്മളിപ്പോൾ കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് മാസ്ക് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ. പണ്ടൊക്കെ നമ്മൾ സാധാരണ ഒരു ശ്വാസം മുട്ടലോ തുമ്മലോ ഒക്കെ വന്നിരുന്നാൽ പോലും ഡോക്ടേഴ്സ് ഒന്ന് മാസ്ക് ഉപയോഗിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യാതെ മടിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോവിഡ് വന്നപ്പോൾ എല്ലാവരും പേടിച്ച് മാസ്ക് ഒക്കെ വെക്കാൻ തുടങ്ങി. സോ ബിഹൈൻഡ് ദ മാസ്ക് എന്ന് പറയുമ്പോൾ പുറമേ ഉള്ളൊരു മുഖപടത്തിന് ബാക്കിൽ അല്ലേ, അതിൻ്റെ പിന്നിൽ ഒരു ഡോക്ടർ അനുഭവിക്കുന്ന വേദനയും ഡോക്ടർ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളും നമ്മൾ അറിയുന്നില്ല. അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പക്ഷേ അവരതെല്ലാം അവരുടെ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നെങ്കിലും ദിവസവും കുറേ വേദനകൾ മാത്രമാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആണോ അല്ലേ? ഞങ്ങളുടെ അടുത്തേക്ക് എപ്പോഴാണ് നിങ്ങൾ എത്തുക? നിങ്ങൾക്കൊരു വേദനയുള്ളപ്പോൾ, അത് പനിയാവട്ടെ, അങ്ങറ്റം വരുന്നൊരു ക്യാൻസർ ആവട്ടെ, എന്ത് തന്നെയായിരുന്നാലും ഒരു വേദന അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ഓടിയെത്തുന്നത്. മുന്നേയൊക്കെ ആയിരുന്നേ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യം ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകത്തുള്ളായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വികസിച്ചിട്ട് മാനസികമായിട്ടുള്ള വിഷമതകൾക്കും ഡോക്ടേഴ്സിനെ കാണാൻ പോയി തുടങ്ങിയെന്ന് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മാനസിക വ്യഥകൾക്ക് തന്നെയാണ് ഞങ്ങളുടെ അടുത്തേക്ക് രോഗികൾ എത്തുക. കാരണം പലപ്പോഴും മനസ്സിൻ്റെ അസുഖങ്ങളാണ് പിന്നീട് ശാരീരിക അസ്വാസ്ഥ്യങ്ങളായി മാറുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പലപ്പോഴും ആയുർവേദത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആയുർവേദം കാഴ്ചവെക്കുന്നത് WHO പറയുന്ന അതേ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. അതായത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു സ്പിരിച്വൽ വെൽബീയിങ്ങിനും ഒക്കെ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആരോഗ്യത്തിനെ നമ്മൾ നിർവചിക്കുന്നത്. സോ ഹെൽത്ത് എന്ന് പറയുന്നത് വെറും ശരീരത്തിൻ്റെ മാത്രം ആരോഗ്യമല്ല, മനസ്സിൻ്റെയും അല്ലേ ആത്മാവിൻ്റെയും ഒക്കെ ആരോഗ്യം അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, സാധാരണ ഒരു പനിയാണെങ്കിലും നല്ല ചെറിയൊരു പനി വന്നാലും തളർന്നു പോകുന്നവരാണ് നമ്മളല്ലേ. നമ്മൾ കണ്ടില്ലേ കോവിഡിൻ്റെ കാലത്ത് ചെറിയൊരു പനി വരുമ്പോഴേക്ക് നമ്മൾ പേടിയെന്താ? ഞാൻ മരിക്കും ഉറപ്പാണ്. എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾ 1-2 പേർക്കൊക്കെ വയ്യാണ്ടായി, അവരെയൊക്കെ CFLTCകളിൽ കൊണ്ടുപോയി. അപ്പോൾ ഇനി ഞാനും മരണത്തിൻ്റെ വക്കിലേക്കാണ്. അപ്പോൾ ഏറ്റവും നല്ല കെയർ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റണം, എനിക്ക് കിട്ടണം, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് കിട്ടണം. അങ്ങനെ നമ്മൾ ഓടി നടന്നൊരു കാലമുണ്ട് അല്ലേ. വീണ്ടും കോവിഡ് വന്നു തുടങ്ങിയെന്ന് നമ്മൾ കേട്ടു തുടങ്ങി. ഇനിയും നമ്മൾ ജാഗരൂകരായിട്ട് മുന്നോട്ട് പോവേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് മഴക്കാല രോഗങ്ങളൊക്കെ വന്നു തുടങ്ങി. മഴക്കാല രോഗങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ഡ്രൈ ഡേ ആചരിക്കലും നിങ്ങൾ തുടങ്ങിയോ? ഇവിടെ പരിസരമൊക്കെ ശുചീകരിച്ച് വൃത്തിയാക്കിയൊക്കെ തുടങ്ങിയോ? ഇതുകൂടാതെ ആയുർവേദത്തിന് പ്രത്യേകിച്ച് പറയാനുള്ളത്, കൊതുകുജന്യമായിട്ടുള്ള രോഗങ്ങൾ ഒരുപാടുള്ള ഒരു സമയമാണല്ലേ മഴക്കാലം. അപ്പോൾ കൊതുകുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയില്ലേ? ഡെങ്കിപ്പനി ആണോ, മലേറിയ, പിന്നെ ചിക്കൻ ഗുനിയ, അതെല്ലാം കൊതുകല്ലേ പരത്തുന്നത്. അപ്പോൾ ഇത്തരം രോഗങ്ങളൊന്നും വരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൊതുകിൻ്റെ ഉറവിടങ്ങളെയൊക്കെ നശിപ്പിക്കണം. പിന്നീട് വേറെന്താ വേണ്ടേ? വെള്ളം കെട്ടി നിൽക്കുന്നതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കണം. അഥവാ വെള്ളം കെട്ടി നിൽക്കുന്നു, നമുക്കതിനെ ഒഴിവാക്കാൻ തീരെ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മത്സ്യങ്ങളൊക്കെ ഉണ്ട്, ജീവജാലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നശിപ്പിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്കോസിസ്റ്റം ഒന്നും തകരാറിലാവാതെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ആ ഒരു ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വെള്ളക്കെട്ടിൽ ഈ പറയുന്ന കൊതുകുകൾ വളരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞുതരാം. പുകയിലയില്ലേ, പുകയിലയിട്ട് വെള്ളം തിളപ്പിക്കുക. പുകയില ഒരു അഴുക്ക സാധനം, നമുക്ക് ഉള്ളിൽ കഴിക്കാൻ കൊള്ളില്ല, വായിലിട്ട് ചവച്ച് തുപ്പാൻ പോലും കൊള്ളില്ല. പക്ഷെ പലരും നമ്മൾ കാണാറുണ്ടല്ലേ മുറുക്കുന്നവരെയൊക്കെ പിന്നീട് ഓറൽ ക്യാൻസർ ആവുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അറിയില്ലേ? സോ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് പുകയില മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, പുകയിലയിട്ട് വെള്ളം തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യണം? നല്ലോണം തണുപ്പിച്ചെടുത്തിട്ട് ഇത്തിരി ബാർ സോപ്പ് ചീകിയിടണം. ബാർ സോപ്പ് ചീകിയിട്ടിട്ട് ലാസ്റ്റ് കുറച്ച് വേപ്പെണ്ണ കൂടി മിക്സ് ചെയ്തെടുത്താൽ അത് നല്ലൊരു വേപ്പെണ്ണ പുകയില കഷായ മിശ്രിത ലായനിയായി. ഓക്കെ, ഇതിനെ നിങ്ങൾ വെള്ളക്കെട്ടിൽ തളിച്ചു നോക്കൂ. നിങ്ങളുടെ കൊതുകുകളൊന്നും അവിടെ വളരാനുള്ള ഒരു സാഹചര്യം ഇല്ലാണ്ടാക്കി മാറ്റും. 2,
നിങ്ങൾ വളർത്തുന്ന മത്സ്യങ്ങളൊക്കെ അവിടെ വളരുകയും ചെയ്യും. സസ്യലതാദികളെ ഒന്നും നശിപ്പിക്കാതെ, എക്കോസിസ്റ്റം തകരാറിലാവാതെ എങ്ങനെ നമുക്ക് വെള്ളക്കെട്ടുകളെ സുരക്ഷിതമായി സൂക്ഷിക്കാം എന്നുള്ളതാണ്. മലിനജലം കെട്ടി നിൽക്കുന്നതൊക്കെ നമ്മൾ ഇല്ലാണ്ടാക്കണം. പക്ഷേ ഫ്രഷ് വാട്ടറിൽ പോലും ആര് വളരും? കൊതുക് വളരും അല്ലേ? സോ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് അപരാജിത ധൂപചൂർണം പോലുള്ള ആയുർവേദ മരുന്നുകളുണ്ട് കേട്ടോ. അഷ്ടഗന്ധ ചൂർണം. നമ്മൾ പണ്ട് കുന്തിരിക്കൊക്കെ പുകയ്ക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ ദിവസവും വൈകിട്ട് നെരിപ്പൂട് കത്തിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി. നമ്മളങ്ങ് മോഡേൺ വൽക്കരിച്ച യുഗത്തിലാണ് കഴിയുന്നത്. സോ നമുക്കിപ്പോൾ അതൊന്നും ചിന്തയിലേ ഇല്ല, സമയമേ ഇല്ല. അല്ലെങ്കിൽ ആകെപ്പാടെ കുറച്ച് എവിടെയാ ചെയ്യുക? കന്നുകാലികളെ വളർത്തുന്ന ഫാമില് അല്ലേ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, ഈ അഡൽറ്റ് മോസ്കിറ്റോ, നമ്മൾ ലാർവാസിനെ കൊല്ലുന്ന കാര്യം നമ്മൾ പറഞ്ഞത് അല്ലേ? വെള്ളക്കെട്ടിനകത്ത് ലാർവാസ അല്ലേ? അപ്പൊ ഈ അഡൽറ്റ് മോസ്കിറ്റോസിനെ നമ്മൾ എന്താ ചെയ്യാ? അവനിങ്ങനെ പാറിപ്പറന്ന് നടക്കല്ലേ, രാവിലെയും വൈകിട്ടും ഒക്കെ വന്ന് നമ്മളെ കുത്തില്ലേ? അപ്പൊ അവനെ നമ്മൾ എങ്ങനെയാ ഒതുക്കുക? അതിനാണ് ഞാൻ ഈ പറഞ്ഞ നെരിപ്പോട് കത്തിക്കുന്ന രീതി നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. കന്നുകാലികളെ വളർത്തുന്ന ഫാമിലോ നമ്മുടെ തൊഴുത്തുകളിലോ മാത്രമല്ല അത് ചെയ്യേണ്ടത്. നമ്മുടെ വീടിനുള്ളിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും രാവിലെയും വൈകിട്ടും 2 നേരം. ഏതൊക്കെ 2 നേരാ? സന്ധ്യയ്ക്ക് രാവിലെ 2 നേരമല്ലേ ഇവൻ വന്ന് പറന്ന് വന്ന് കൊത്തുള്ളൂ അല്ലേ? അല്ലാത്ത സമയത്ത് എവിടെയെങ്കിലും കൊത്തുവോ? ഇല്ല. അപ്പൊ സോ ആ 2 സമയത്ത് നമുക്ക് ഈ പുക ഏൽക്കാനായിട്ട് സാധിക്കണം. ഇതിന്റെ മറ്റൊരു ഗുണം എന്താണെന്നറിയോ? നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ അത് നിലനിർത്താനും സഹായിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂടെ നിലനിർത്തിക്കൊണ്ട് ഒരു പക്ഷേ മറ്റൊരു കാര്യങ്ങളിലും നിങ്ങൾ പലപ്പോഴും മോസ്കിറ്റോ ഓയിൽസ് ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? മറ്റു പല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നെങ്കിലും അവിടെയൊക്കെ നിങ്ങൾക്കൊരു സഫോക്കേഷൻ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും പീഡിയാട്രീഷ്യൻസ് പറയാറില്ലേ, നിങ്ങൾ വീട്ടിൽ മോസ്കിറ്റോ ഓയിൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന്. അത് ഒഴിവാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ശ്വാസം മുട്ടലും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ ഈ ശ്വാസം ശ്വസിക്കുന്നതിലൂടെ, ഞാൻ പറഞ്ഞത് ഇത്രയും രോഗാണുക്കളെ നശിപ്പിക്കുന്ന, കൊതുകിനെ മാത്രമല്ല രോഗാണുക്കളെ ഒക്കെ നശിപ്പിക്കുന്ന ഇത്തരം ഈ പറയുന്ന എല്ലാ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഞങ്ങളുടെ ആയുർവേദ മരുന്നുകൾ, അതായത് അഷ്ടഗന്ധ ചൂർണം പോലെയുള്ളത് അല്ലെങ്കിൽ അപരാജിത ധൂപചൂർണം പോലെയുള്ളത് വളരെ പ്രകൃതിയോട് ഇണങ്ങി ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടും കൂടി ഈ മഴക്കാലമാകുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നല്ലൊരു സമയമാണ് വരുന്നത്. വീണ്ടും ഈ പറയുന്ന ആയുർവേദ ഡോക്ടർമാരെ മാത്രം ആശ്രയിക്കുന്ന ഒരു കാലം വരിക. ഏതാ അത്? കർക്കിടക മാസം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ആരോഗ്യത്തിൽ ഒരു ഋതുസന്ധിയാണ് അല്ലേ? ഋതുക്കളുടെ ഒരു ഇത് പറഞ്ഞു വരികയാണെങ്കിൽ ഋതുസന്ധിയാണ് കർക്കിടക മാസം. ആണോ അല്ലേ? ഒരു വലിയ മഴക്കാലം, വലിയൊരു വേനൽക്കാലം, ഇതിന്റെ മധ്യത്തിലുള്ള ഒരു കാലാണ് ഏത്? കർക്കിടക മാസം. ഈ മാസത്തിലെ ചികിത്സ നല്ല ആവശ്യമുള്ള സമയമാണ്. എന്തുകൊണ്ടാ? അസുഖം ഉള്ളവർക്കും അതെ, അസുഖം ഇല്ലാത്തവർക്കും അതെ. എന്തിനാ അത്? അസുഖം ഉള്ളവർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കണം. എന്തിനാ പിന്നെ കർക്കിടക മാസത്തെ ഒരു പ്രത്യേക ചികിത്സ? അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒരുപോലെ പിടിക്കാൻ അല്ലേ, അസുഖം ഒന്നും വരാണ്ട് മുന്നോട്ട് നോക്കാൻ നമ്മളെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മരുന്നുകൾ കഴിച്ചാൽ ഫലം കിട്ടുന്ന ഒരു മാസം. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു വേനൽക്കാലവും മഴക്കാലവും തമ്മിലിടയിലുള്ള അപ്പം നല്ല ചുട്ടുപൊള്ളുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നല്ലൊരു ഓട്ടുരുളി ഇവിടെ ഇരിക്കാന്ന് വെച്ചാൽ ഈ നല്ല വെയിലത്ത്, ഓക്കെ, സങ്കല്പിച്ച് നോക്കൂ. നല്ല ചൂടുള്ള സമയം, നല്ല ഓട്ടുരുളി, നല്ല വെന്ത് വെണ്ണീറായിരിക്കുന്ന ഒരു ഓട്ടുരുളി അതിലേക്ക് പെട്ടെന്ന് മഴത്തുള്ളി വീണാൽ എന്താ സംഭവിക്കുക? പൊട്ടിത്തെറിക്കും ഇല്ലേ? അതേപോലെയാണ് ഈ നല്ല വേനൽ കഴിഞ്ഞിട്ട് ഇല്ലേ വലിയ പെട്ടെന്ന് വരുന്ന ഈ മഴക്കാലം. പലപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റില്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞിരിക്കുന്ന സമയം, നമ്മുടെ രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയം. ഈ സമയത്തിനെ ഒന്ന് അതിജീവിക്കാനാണ് കർക്കിടക മാസത്തിലെ ചികിത്സ. മനസ്സിലായോ? അപ്പൊ അതിന് ആരും പേടിക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് കഷായങ്ങൾ, കയ്പുള്ള കഷായങ്ങൾ മാത്രമൊന്നും അല്ല ആയുർവേദത്തിനുള്ളത്. ആണോ? നല്ല മധുരമുള്ള ചൂർണങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് അംഗൻവാടിയിൽ പോണ കുട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന് തൊട്ടടുത്ത്. അവർ വന്നിട്ട് ചോദിക്കുക, ഡോക്ടറെ ഇതില്ലേ എന്താ പറയാ മധുരമുള്ള പൊടി, എന്തിനുള്ളതാ? ചുമക്കുള്ള മധുരമുള്ള പൊടി തരുമോ ഡോക്ടർ ആൻറ്റി എന്ന് വന്ന് ചോദിക്കും. മനസ്സിലായോ? അത്രയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന മധുരമുള്ള മരുന്നുകളുള്ള ഒരു ശാസ്ത്രം കൂടിയാണ് ആയുർവേദം. അതുപോലെ പഥ്യാപഥ്യങ്ങളൊക്കെ കേട്ടിട്ടാണ് പലപ്പോഴും വരാൻ മടിക്കല്. പക്ഷേ പഥ്യങ്ങളൊന്നും എന്തിനുള്ളതല്ല, ആയുർവേദ മരുന്നിന് പഥ്യമേ ഇല്ല. ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂല.
നിങ്ങൾ പലപ്പോഴും ഡോക്ടേഴ്സ് അടുത്ത് ഒരു പഥ്യം പറയില്ലേ? ഇപ്പൊ ഡോക്ടർ വന്ന ഫ്രണ്ട് നിൽക്കുമ്പോ എങ്ങനെ ഞങ്ങൾ പറയുന്നുള്ളതുകൊണ്ടല്ലേ പറയാത്തെ? അപ്പൊ അതല്ല, മരുന്നുകൾക്കല്ല പഥ്യം, രോഗത്തിനാണ് പഥ്യം. നിങ്ങൾ സാധാരണ ഒരു അലോപ്പതി ഡോക്ടർ എടുത്തോ, ഹോമിയോ ഡോക്ടർ എടുത്തോ, ഒരു ഡയബറ്റീസുമായിട്ട് പോയി അവർ പറയോ മധുരം കഴിച്ചോളാൻ? ഇല്ല. ഇനി ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ പറയോ നോൺ വെജ് ഒന്നും കഴിക്കേണ്ടെന്ന് എല്ലാ അസുഖത്തിനും? പറയില്ല. അജമാംസ രസായനം പോലെ മാംസം കൊണ്ട് പോലും മരുന്നുകൾ പാകം ചെയ്യുന്നവരാ ഞങ്ങള്. സോ ഒരിക്കലും നോൺ വെജിനൊന്നും വിരോധികളൊന്നുമല്ല. സോ ചില അസുഖങ്ങൾക്ക് ചില ആഹാരങ്ങൾ ശരിയല്ല, മനസ്സിലായില്ലേ? അത് നമ്മൾ ഒഴിവാക്കാനാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് രക്ഷിതാക്കളും ടീച്ചേഴ്സും അല്ലെ ഡോക്ടേഴ്സും ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പനി വന്നാൽ അവർ പറയില്ലേ തണുത്തതൊന്നും കഴിക്കരുതെന്ന്? പക്ഷെ അവർക്കത് പഥ്യാന്നറിയില്ല. അവർ ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടിലാണ് അത് പറയുന്നത്. അതിന് ഞങ്ങൾ മലയാളത്തിൽ ഇത്തിരി പഥ്യം എന്ന് പറയുന്നു എന്ന് മാത്രം, മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത് ഞങ്ങൾ പഥ്യം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഞങ്ങൾ പഥ്യം പറയുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാനൊരു വിമുഖത. അപ്പൊ ഇനി അത് വേണ്ട, വേണോ? അപ്പൊ നമുക്കുള്ള അസുഖത്തിന് മാത്രമേ പഥ്യം പറയുള്ളൂ. എല്ലാത്തിനും ഇങ്ങനെ ഇറച്ചി മീനും മുട്ടയും കഴിക്കണമെന്നൊന്നും പറയുന്നവരല്ല ഞങ്ങള്, മനസ്സിലായോ? അതുകൂടി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ തീമിലേക്ക് വരാം അല്ലേ? സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് എന്നും വേദനകൾ മാത്രം കേൾക്കുന്നവരാണെന്ന്. പക്ഷെ ഞാനൊക്കെ അനുഭവിക്കുന്ന മറ്റൊരു വിഷമം എന്താണെന്നറിയോ? ഈ നമ്മുടെ അടുത്തേക്ക് വരുന്ന OP-യിലെ രോഗികൾ മാത്രമല്ല, കിടപ്പിലായ രോഗികളെ വീടുകളിൽ പോയി സന്ദർശിക്കുന്നവരാണ് ഞങ്ങള് ഡോക്ടർമാര്. ഓക്കെ, അതിന് ഞങ്ങൾക്ക് പഞ്ചായത്തിലൊരു പ്രത്യേകം പ്രോജക്റ്റ് തന്നെയുണ്ട്. എന്താണെന്നറിയോ? പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. നിങ്ങളെപ്പോലുള്ള മക്കൾ ഞങ്ങളോടൊപ്പം ചേർന്ന് വരാറുണ്ട്. സെലക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസ് ഞങ്ങളോടൊപ്പം ഈ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റിൽ പങ്കാളികളാവാറുണ്ട്. NSS വോളണ്ടിയേഴ്സ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ഉണ്ടാവുമല്ലോ. അതേപോലെ ഹെൽത്ത് ക്ലബ്ബുകൾ നിങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടാവും, അതിലെ കുട്ടികൾ, ഇങ്ങനെയുള്ളവരൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്ന് വരാറുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ വരുന്ന കുട്ടികൾക്കാണെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എങ്കിലും വീട്ടിൽ കിടപ്പ് രോഗി ഉണ്ടോ? ബെഡ്ഡനായിട്ടുള്ള ഒരാള്, അമ്മൂമ്മയോ അപ്പൂപ്പനോ അങ്ങനെ ആരെങ്കിലും തീരെ വയ്യാണ്ട് ബെഡിലായിട്ടുള്ളവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? മോന്റെ വീട്ടിൽ ആരാ ഉള്ളത്? മുത്തശ്ശൻ. മുത്തശ്ശൻ എന്താ അസുഖം? മുത്തശ്ശിക്ക് എന്താ അസുഖം? നല്ല വയസ്സായി, ഓൾഡ് ഏജിന്റെ പ്രോബ്ലംസേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇല്ല. ഓക്കെ, ശരിക്കും ഇങ്ങനെയുണ്ട് കുറെ പേര് ഓൾഡ് ഏജ് ആയിട്ടുള്ളവര്. സ്ഥിരം അവർ കട്ടിലായിരിക്കും, ബെഡ്ഡനാണ്. അപ്പൊ ഹോം ബൗണ്ട് ആയിട്ടുള്ളവരും ഉണ്ട്, ബെഡ് ബൗണ്ട് ആയിട്ടുള്ള പേഷ്യൻസും ഉണ്ട്. ബെഡ് ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ബെഡിനെ എണീക്കാൻ പറ്റില്ല. ഹോം ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിന് വെളിയിൽ നിന്ന് അവർ പോവില്ല, ഹോമിനുള്ളിലായിരിക്കും, വീടിനുള്ളിലായിരിക്കും, വീട്ടിൽ നിന്ന് അവർ മാറില്ല. മനസ്സിലായോ? പക്ഷെ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവരെ നമ്മൾ പരിചരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പരിചരിക്കേണ്ടേ? ഇവരുടെ ഫ്രണ്ട് ഇരിക്കുന്ന കുഞ്ഞു ഡോക്ടർമാരില്ലേ, ഇവരെ പരിചരിക്കും പോലെ പരിചരിക്കേണ്ടി വരും. മനസ്സിലായോ? ശരിക്കും ഒരു ഏജ് കഴിഞ്ഞാൽ അവർ കുഞ്ഞു മക്കളെ പോലെ അവരുടെ മനസ്സൊക്കെ മാറും. പക്ഷെ നമുക്ക് ദേഷ്യം വരും. ഇത്രയും പ്രായമായിട്ടും ഈ അമ്മൂമ്മ അപ്പൂപ്പനെ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവര് ശരിക്കും നിങ്ങളെക്കാളും കുഞ്ഞാവുന്ന ഒരു ഏജാണത്. പക്ഷെ അവിടെ നമുക്ക് അവരെ നോക്കാനും അവരെ പരിപാലിക്കാനും ഇച്ചിരി പാടാണ്. നിങ്ങൾ പോയി കണ്ടാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ പോലും ഒരു ദിവസം ഒന്ന് വീണ് പോയി, ഒന്ന് നടന്നു പോകുമ്പോൾ ഒന്ന് കാല് തട്ടി വീണാ മതി, നമ്മൾ നാളെ പാലിയേറ്റീവ് പേഷ്യന്റ് ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ പോകുന്നത് തീരെ സമൂഹത്തിൽ ഒരു തരത്തിലും സമ്പന്നതയിലും ഒന്നുമല്ലാത്ത, ഒരു തരത്തിലും അവർക്ക് വെളിയിലൊന്ന് പോയി ഒരു ഡോക്ടറെ ചെന്ന് കാണാനുള്ള കഴിവില്ലാത്തവരെയാണ് ഞങ്ങൾ ഈ റൂറൽ ഏരിയയിൽ പോയി കാണുന്നത്. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? അവർക്കൊരു അച്ഛൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാം ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും നോക്കാനൊരു മിഡ് വൈഫിനെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഈ പാവപ്പെട്ട വീടുകളിലേക്ക് പോകുമ്പോഴേ ഞങ്ങളെ അവർ ഈശ്വരനെ പോലെ, നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ എന്തോ ഒരു ഞാൻ പോലും പലപ്പോഴും പറയാറുണ്ട്, എത്രയോ ജന്മത്തെ പുണ്യമാണ് ഒരു ഡോക്ടർ ആവുക എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് കൊണ്ട് മാത്രം ഡോക്ടർ ആവില്ല. സമൂഹത്തിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരിയായി മാറിയാൽ മാത്രമേ നമ്മളെ പബ്ലിക് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡോക്ടറായി നമുക്ക് മാറാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ സാധാരണക്കാരിൽ സാധാരണക്കാരി ആവുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. പഠിച്ച് നമ്മളൊരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി ശമ്പളം നമ്മുടെ ബാങ്കിൽ ഒന്നും അറിയാണ്ട് ആ മാസം തികയുമ്പോൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും എന്തു മറക്കും? നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസ് ഒക്കെ നമ്മൾ മറന്നു പോകും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെയേറെ ശ്രദ്ധ വേണം. ഈ പറയുന്ന പാലിയേറ്റീവ് രോഗികളെ നോക്കാൻ പോകുമ്പോൾ
നിങ്ങൾ ഒരു ദിവസം പോയാൽ മതി, നിങ്ങൾക്ക് ഈ പറയുന്ന മനോസാക്ഷിയൊക്കെ താനേ വരും. കാരണം മൂത്രം പോകാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ കാത്തീറ്ററൈസേഷൻ എന്ന് പറയുന്ന മൂത്രത്തിൽ ട്യൂബ് ഇടുന്ന അല്ലെങ്കിൽ ട്യൂബിലൂടെ മൂത്രം ഒഴിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ കിടക്കുന്ന രോഗികൾ, ഓക്കെ, മോഷൻ നേരെ പോവാത്തത് കൊണ്ട് വയറിനുള്ളിൽ ഒരു തുളയിട്ടിട്ട് അവിടെ കൂടെ ട്യൂബ് ഇട്ടിട്ട് അതുവഴി മോഷൻ എടുക്കേണ്ട രോഗികൾ. ആലോചിച്ച് നോക്കൂ, നമുക്ക് അത്തരം ഒരു അവസ്ഥ വരികയാണെങ്കിലത്തെ അവസ്ഥ. അതുകൂടാതെ ഒരുപാട് ദിവസം ഇങ്ങനെ കിടന്നിട്ട് ബാക്കിലൊക്കെ ബെഡ് സോഴ്സ് എന്ന് നമ്മൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞത് കൊളോസ്റ്റമിയാണ്, വയറിനുള്ളിൽ തുളയിട്ടിട്ട് പറഞ്ഞില്ലേ അത്. അതേപോലെ തന്നെ എന്താണ് ഞാൻ പിന്നെ പറഞ്ഞത്, ബെഡ് സോർ. ബെഡ് സോർ എന്താ, ഒരുപാട് ദിവസം നമ്മൾ ഒരേ തരത്തിൽ കിടക്കുമ്പോൾ ആ പ്രഷർ കിട്ടുന്ന ഏരിയാസിൽ, പ്രത്യേകിച്ചും ബട്ടക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അപ്പർ ബാക്കിലോ ഒക്കെ ആയിരിക്കും നമുക്ക് എന്ത് വരിക, കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ വരുന്നത്. ഇത് ഉണങ്ങത്തില്ല. ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ ഉണങ്ങാൻ ഭയങ്കര പാടാ. ഇവർ ഈ വേദന തിന്ന് പലപ്പോഴും പല വീടുകളിലും ചെല്ലുമ്പോൾ നന്നായിട്ട് സംരക്ഷിക്കാത്തതിന്റെ പേരിൽ പുഴു വരെ ഇറങ്ങി വരുന്ന പല കേസുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചെന്ന് നിന്ന് ഞങ്ങൾ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും കൂടെ പുഴുവിനെ പെറുക്കി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇപ്പം അത് കേൾക്കുമ്പോൾ അയ്യേന്ന് തോന്നും. പക്ഷെ ഞങ്ങൾക്ക് അയ്യേന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദിവസവും കാണുമ്പോൾ പലപ്പോഴും ഇവരുടെ ഈ ചികിത്സയ്ക്ക് വേണ്ടുന്ന പണം ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു നേരത്തെ മാത്രം ആഹാരം കഴിച്ച് ജീവിക്കുന്നവർ ഈ പഞ്ചായത്തിനകത്തുണ്ട്. നിങ്ങൾ വിശ്വസിക്കോ? 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ബാക്കി സമയം അത്രയും ഉറങ്ങി തീർക്കുന്നവരുണ്ട് കിടപ്പിലായ രോഗികൾ. കല്യാണം കഴിച്ചിട്ട് ഭാര്യ എടുത്ത് പറയുകയാണ്, എനിക്ക് ഇത്ര വയ്യാണ്ടായല്ലോ, നീ ഇനി പൊയ്ക്കോ, വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയും, ഒരു മകൻ മാത്രമുള്ള മകന് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടും, പക്ഷെ അച്ഛനതും കിട്ടത്തില്ല. അച്ഛൻ മുൻപുള്ള കാലത്ത് ഒരുപാട് മോശമായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ചുറ്റുപാടുള്ളവർക്ക് സഹായിക്കാൻ തോന്നില്ല. സോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വിഷമതകൾ കാണുന്ന ഞങ്ങൾ ഡോക്ടേഴ്സിന് ഞങ്ങൾക്ക് ഞങ്ങളെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് പോസിറ്റീവ് വൈബ് കിട്ടണ്ടേ? രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ കരക്കണ്ട സങ്കടങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കുറച്ച് പോസിറ്റീവ് വൈബ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളോട് വന്ന് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ചിരിച്ച് സംസാരിക്കാനാവോ? അപ്പോ അങ്ങനെ നമുക്ക് ഞാൻ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചാലല്ലേ നിങ്ങൾക്ക് സന്തോഷം വരൂ? ഞാൻ ഇവിടെ വന്ന് സങ്കടപ്പെട്ടോ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുറുത്ത മുഖം വെച്ചിട്ടോ ഞാൻ നിന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ? ഇല്ല. സോ അങ്ങനെ നമുക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ, മറ്റൊരാളെ നമുക്ക് ചേർത്ത് പിടിക്കാനൊക്കെ ഈ പറഞ്ഞ സന്തോഷവും നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റവും, അല്ലേ, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായാൽ അത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഇതുണ്ടാവണം. തമ്മിൽ ഇപ്പൊ ഈ കുരുത്തക്കേടുകൾ കാണിക്കുന്നതും വഴക്കുണ്ടാവുന്നതും അടി ഉണ്ടാവുന്നതും ഒക്കെ മാറ്റി നിർത്തി, അല്ലേ, ഇപ്പം ഭഗവാനായിട്ട് നമുക്ക് തന്ന ഒരു നല്ല സ്കൂളിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു മുന്നോട്ട് പോവുക, അല്ലേ? അവിടെ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഡോക്ടറെക്കാളും ഉയർന്ന പദവികൾ, അല്ലേ, കാത്തിരിക്കുന്നവരായിരിക്കാം പലരും, അല്ലേ? IAS IPS ഓഫീസേഴ്സ് ഒക്കെ ആവേണ്ട, വലിയ വലിയ സയന്റിസ്റ്റുമാരൊക്കെ ആവേണ്ട കുഞ്ഞു മക്കളാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെയുള്ള നല്ല മനസ്സിനുടമകളായിട്ട്, ശരീരം മാത്രം പോരാ, ആരോഗ്യം ഇന്നിപ്പം സഹായിച്ച് എനിക്ക് തോന്നുന്നു ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമാണ്, അല്ലേ? അച്ഛനമ്മമാര് പൊന്നുപോലെ നോക്കുന്ന മക്കളാണ് ഇവിടെ ഉള്ളത്, ടീച്ചേഴ്സ് നന്നായിട്ട് നോക്കുന്ന മക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അവരെ ഇപ്പൊ കണ്ടത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സാറിന്റെ കാലിൽ അറിയാതൊന്ന് തൊട്ടപ്പോ കാലിലുള്ള തൊട്ട് തൊഴുതു. നിങ്ങൾ കണ്ടോ? ഇതിവിടെ എപ്പോഴും നടക്കുന്നതാ. വളരെ സന്തോഷം. പല സ്കൂളുകളിലും ഇല്ലാത്തൊരു കാര്യമാണ്. സോറി പറഞ്ഞ് ബൈ പറഞ്ഞു പോവും, അത്രയേ ഉള്ളൂ. ഇത് ശരിക്കും വീട്ടിൽ ചെയ്യാറുണ്ടോ? എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അച്ഛനമ്മമാരെ തൊഴുതിട്ടാ വരിക? എന്നും? അതോ പരീക്ഷയ്ക്ക് മാത്രോ? പരീക്ഷയ്ക്ക് മാത്രം തൊഴുന്നവരുന്ന കൈപൊക്കി? യെസ്. അപ്പൊ അങ്ങനെയുണ്ട് ചില വിദ്വാൻമാര്. അപ്പൊ അത് പോരാ, എല്ലാ ദിവസവും അച്ഛനമ്മമാരുടെ കാലത്തോട്ട് തൊഴുതിട്ട് വരാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവരനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും, അവരനുഗ്രഹിക്കാതിരിക്കത്തില്ല. ഇത് എന്തിനാ നമ്മൾ തൊഴുന്നേ? നമ്മുടെ മനസ്സിന്റെ ആർദ്രതയ്ക്ക് വേണ്ടിയാ, നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയാ, നമ്മുടെ മനസ്സിന് കിട്ടാനുള്ള ഒരു ബലത്തിന് വേണ്ടിയാ. അന്നിറങ്ങി പോകുന്ന വഴി മുഴുവനും ശുഭമാവും എന്നുള്ള നമ്മുടെ ഒരു മനോബലത്തിന് വേണ്ടിയാ. അല്ലാതെ അമ്മയും അച്ഛനും സംരക്ഷിക്കാതിരിക്കോ, അനുഗ്രഹിക്കാതിരിക്കോ? ഇല്ല. പക്ഷേ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നന്നായിട്ട് വളർത്തുന്ന മക്കളുണ്ടാവും.
അവരുടെ അച്ഛനമ്മമാരുടെ കാലിത്തൊട്ട് തൊഴുത് കാണുമ്പോൾ നമ്മൾ പോയി ആദ്യം അമ്മായിയമ്മയുടെ അച്ഛൻ്റെയും കാലിത്തൊട്ട് തൊഴേണ്ട അവസ്ഥ വരും. പിന്നെ ആയിരിക്കും അമ്മ അച്ഛനും തൊഴുന്നത്, അല്ലേ? അപ്പൊ അത് വരാണ്ട് ആദ്യമേ സ്വന്തം അച്ഛനമ്മമാരെയും ടീച്ചേഴ്സിനെയും ഒക്കെ വന്ദിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിച്ച് വളരെ നല്ല മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഒരു ബലമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരട്ടെ. ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു മാനസികമായിട്ടുള്ള വ്യഥകളും ഒക്കെ നിങ്ങൾ തിരിച്ചറിയാനും നിങ്ങൾക്ക് ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്നുള്ള നിലയിൽ, അല്ലേ, മുഴുവൻ ഡോക്ടർമാരുടെയും ഒരു സിംബോളിക് റെപ്രസെന്റേഷനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ മുഴുവനും നിങ്ങൾക്ക് എന്നിലൂടെ ആദരിക്കാൻ തോന്നിയതിനും നിങ്ങളുടെ ആ മനസ്സിനെയും നിങ്ങളുടെ അധ്യാപകരുടെയും നിങ്ങളുടെ ആ ടോപ്പ് ലീഡേഴ്സിന്റെയും എല്ലാവരോടുമുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരും ദിവസങ്ങളിൽ നല്ല ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ, ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Now we have Arathi with speech on Doctors' Day. Good morning all. National Doctors' Day in India is celebrated on July 1st to honor the contributions of doctors and healthcare professionals. It coincides with the birth and death anniversary of the renowned physician and former Chief Minister of West Bengal, Dr. Bidhan Chandra Roy. The day is dedicated to recognize the vital role doctors play in society and expressing gratitude for their selfless service in healthcare. The first Doctors' Day observance was on March 28, 1933 in Windsor, Georgia, United States. The first observance included the mailing of cards to the physicians. This year's theme is a reminder to care for those who care for us. Thank you. Next, I invite Vidya ma'am for the vote of thanks. നമസ്കാരം. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥി, പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഡോക്ടേഴ്സ് ഡേ, അല്ലേ? ബിനൽ സാറ് പറഞ്ഞതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഇല്ലാത്തൊരു ജീവിതം നമുക്കില്ല. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞു, പണ്ട് ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ ഞങ്ങൾ അസുഖം വന്ന ഒരു ജനറൽ ഡോക്ടറെ മാത്രമേ കാണാൻ പോകാറുള്ളൂ. പക്ഷെ ഇന്ന് പീഡിയാട്രീഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? ഓരോ അവയവത്തിനും പ്രത്യേകം ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത്രയും രോഗങ്ങൾ കൂടുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ശരിക്കും ഞാൻ സ്മിത മാമിനെ കാണുന്നത്, എനിക്കിപ്പോൾ ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഒരു മയക്കുമരുന്നിനെതിരെയുള്ള ഒരു MLA മീറ്റിംഗ് ഉണ്ടായിരുന്നു വിളപ്പിശാല സ്കൂളിൽ വെച്ച്. അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം വളരെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന, വളരെ സ്ഫുടമായിട്ട് സംസാരിക്കുന്ന, വളരെ സുന്ദരിയായ ഒരു ഡോക്ടർ. പെട്ടെന്ന് എല്ലാവരുടെയും ആകർഷണം അങ്ങോട്ട് പോകും. ഞാൻ അത്രയും പേര് സംസാരിച്ചത് മാമിനെ അന്ന് ശ്രദ്ധിച്ചിരുന്നു. പേര് പോലെ തന്നെ, അല്ലേ, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന. ശരിക്കും വളരെ യാദൃശ്ചികമായിട്ടാണ് മാമിനെ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയത്. അതും ഒരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നന്നായിട്ട് നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ചു. നിങ്ങൾക്കും തോന്നുന്നില്ലേ അത്? ഓക്കെ. തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സ്മിത മാമിന് സ്കൂളിന്റെ പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് ഇത് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഞാൻ വളരെ പാനിക്കായിപ്പോയി. എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റിനെ അറേഞ്ച് ചെയ്ത് സംഘടിപ്പിക്കാൻ പറ്റും? പക്ഷെ ബിനിൽ സാറാണ് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നത്. സാർ പറഞ്ഞില്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ സാറിന്റെ ആ ഒരു നേതൃത്വമാണ് ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷൻ നന്നാവാൻ കാരണം. സാറിനും സ്കൂളിന്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ കോർഡിനേഷൻ പറയേണ്ട കാര്യമില്ല, അധ്യാപകരാണ്. അവരും പെട്ടെന്ന് തന്നെ ഒപ്പം നിന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങൾ, നമ്മുടെ സീനിയർ കുട്ടികളിൽ നിന്നില്ല, അവരൊരു ഫുട്ബോൾ മാച്ചിന് പോയിരിക്കുകയാണ്. എന്നാലും സീനിയേഴ്സ് വേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്നൊരു താല്പര്യത്തോടെ മറ്റു കുട്ടികൾ എല്ലാവരും ഇറങ്ങി ഈ ചടങ്ങിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി.